ഷീജ, ഗുഡ് മോർണിംഗ്. കടൽ തീരത്താണല്ലോ നിൽക്കുന്നത്. എന്താണ് ഒരു സാഹചര്യം? മഴ ഇന്ന് മാറി നിൽക്കുകയാണ്, നിലവിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്. പക്ഷേ കടലോര മേഖലയൊക്കെ ഇന്നലെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലായിരുന്നു. അവിടുത്തെയൊക്കെ ഒരു സാഹചര്യം എന്താണ്? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തലസ്ഥാനത്തുള്ളവർക്ക് വെയിലൊന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. കാരണം പുലർച്ചെ വരെ നീളുന്ന അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ഒരു ചെറിയ മാറ്റം ഇന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ വരെ പലയിടങ്ങളിലും മഴ ലഭിച്ചിരുന്നെങ്കിൽ പോലും രാവിലെ മുതൽ ഇപ്പോൾ ഒരു തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പക്ഷേ ഈ കാറ്റിൻ്റെ വേഗത അത് ആ രീതിയിൽ തന്നെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാറ്റിൻ്റെ പടിഞ്ഞാറൻ കാറ്റ് അതിശക്തമായ രീതിയിൽ സംസ്ഥാനത്ത് വീശിയടിക്കാനുള്ള സാധ്യത അത് വരുന്ന 5 ദിവസങ്ങളിലും ആ രീതിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 31 വരെയും മഴയ്ക്ക് ഇന്നിപ്പോഴൊരു അല്പം ശമനമുണ്ടെങ്കിൽ പോലും നാളെ മുതൽ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കടലിൻ്റെ ഒരു അവസ്ഥയൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം, കടൽ ഇന്നലെ രാത്രിയെല്ലാം കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിലുള്ള അലർട്ടുമായി ബന്ധപ്പെട്ട് കടലിലൊന്നും ഇറങ്ങരുത് എന്നുള്ള അലർട്ടുകളൊക്കെ ഇവിടെ നൽകിയിട്ടുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ തീരദേശ മേഖലയിലും കാറ്റിൻ്റെ വേഗത ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാരണം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യം. അതിനൊപ്പം തന്നെ ഈ മഴ സംസ്ഥാന വ്യാപകമായി ഇന്ന് ചെറിയ തോതിൽ, അതായത് 2 ജില്ലകളിൽ മാത്രമാണ്, കോഴിക്കോട് വയനാട് ജില്ലകളിൽ മാത്രമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ആശ്വാസകാര്യം എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച എല്ലായിടങ്ങളിലും ഇന്ന് പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നതാണ്. പലയിടങ്ങളിലും വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ ഒരു ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മഴയുടെ ശക്തി നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം സംസ്ഥാനത്ത് മുഴുവൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മനു, ഇപ്പോൾ ഈ ഒരു സമയത്ത് മഴയുടെ തോത് അല്പം കുറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൽ പറയുന്നത് ഒരു ഉച്ചയോടുകൂടി മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും നാളെയും മറ്റന്നാളും 29, 30 തീയതികളിൽ അതിശക്തമായത് മുതൽ അതിതീവ്രമായ മഴയ്ക്ക് വരെയുള്ളൊരു സാധ്യതയാണ് നിലവിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ സംസ്ഥാന വ്യാപകമായി നൽകിയിട്ടുള്ളത്. അതിനൊപ്പം എടുത്തു പറയേണ്ടത് ഈ ഒന്ന് കാറ്റിൻ്റെ വേഗതയാണ്. കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്നത് കാരണം അത് വലിയ തോതിൽ പലയിടങ്ങളിലാണ് മരങ്ങൾ കടപുഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽ ഗതാഗതത്തെയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. സാരമായി തന്നെ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുവാൻ വേണ്ടി KCBയും കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള നടപടികളൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഏതായാലും ഇന്നിപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ കൃത്യമായിട്ട് ഇന്നത്തെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം 10 മണിക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലർട്ടുകൾ വരിക. അപ്പോഴായിരിക്കും സംസ്ഥാന വ്യാപകമായി ഇന്ന് ഏത് രീതിയിലായിരിക്കും മഴ ലഭിക്കുക എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാവുക. ഏതായാലും നിലവിലിപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പലയിടങ്ങളിലും പ്രത്യേകിച്ചും മലയോര മേഖലയിലും മഴയ്ക്ക് ഒരല്പം ശമനം വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഈ കാറ്റിന്റെ വേഗത സുരക്ഷാ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നതാണോ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്? കടൽ കയറുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങണ്ട എന്ന മുന്നറിയിപ്പാണോ അവിടെ ഇപ്പോൾ നൽകുന്നത്? തീർച്ചയായും കടലിലേക്ക് ആരും ഇറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് അവർ നൽകുന്നത്. അത് സംബന്ധിച്ചുള്ള ബോർഡൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ സ്ഥാപിച്ചിരുന്നു മനു. പക്ഷേ അതിശക്തമായിട്ടുള്ള കാറ്റാണ്. ഈ കാറ്റിൽ ഈ ബോർഡുകൾ മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് അവർ രാവിലെ തന്നെ ഇവിടെ എത്തുന്നവരുടെ സുരക്ഷയൊക്കെ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് രാവിലെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ്. കടൽ അത്രത്തോളം പ്രക്ഷുബ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ തലങ്ങളിലും ഇത്തരത്തിലുള്ള ലൈഫ് ഗാർഡുകൾ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ആരും തന്നെ ഒരു തരത്തിലും കടലിലോ അല്ലെങ്കിൽ നദികളിലോ ഇറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം അത് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഷീജ. നമ്മളത് എപ്പോഴും ഈ വാർത്തകൾ സംസാരിക്കുന്ന സമയത്ത് പ്രേക്ഷകരോട് പറയാറുള്ളതാണ്. തൽക്കാലത്തേക്ക് ഈ പറയുന്നത് പോലെ കടലിലൊന്നും കാണാൻ പോകണ്ട, ഒപ്പം തന്നെ ജലാശയങ്ങളിൽ ഇറങ്ങാൻ നിൽക്കണ്ട. ഇതൊക്കെ ഈ മഴ മാറിയതിനു ശേഷം എങ്ങോട്ടും പോകില്ല, ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമല്ലോ. നമുക്ക് മഴ മാറിയതിനു ശേഷം പോയി കാണാം.